ഇന്ന് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ മുട്ടദോശ എന്ന് പറയും. മുട്ടദോശ ഉണ്ടാക്കാൻ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1-2 സാധനങ്ങളുണ്ട്. അതായത് മുട്ട, പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് മുളക്, പിന്നെ ഒരു മുട്ട അടച്ച് വെച്ചു. ആവശ്യത്തിന് ഉപ്പ്, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇടുക. ഒരു ലേശം മുളക് പൊടി, മുളക് എരിവ് ആവശ്യമുള്ളവർക്ക് മാത്രം പച്ചമുളക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു ലേശം മുളക് പൊടി, ഒരു കളർ വരാൻ വേണ്ടി. കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ടെങ്കിൽ വലിയ മുളക് വേണം. ഉള്ളി നമുക്ക് ഇഷ്ടംപോലെ ഇടാം. ഞാനിപ്പോൾ ഒരു മുട്ടയ്ക്കായതുകൊണ്ട് കുറച്ച് ഉള്ളി, എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ചേർക്കാണ്. ഇത് നന്നായിട്ട് ഉടയ്ക്കുക. ചില മല്ലിയിലകൾ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുക. കുരുമുളക് വേണ്ടുന്നവർക്കിടാം, കുരുമുളക് വേണമെന്നില്ല. എന്നുവെച്ചാൽ മുട്ടദോശയ്ക്ക് അങ്ങനെ കുരുമുളക് അരിയിടുകയില്ല. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓണാക്കി വെക്കുക. ഇതിലേക്ക് മല്ലിയില എപ്പോഴും നല്ലതാണ്. അപ്പോൾ അല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞിടാം. മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ടാൽ മല്ലിയില ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് സ്കൂള് വിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പോൾ ദേശീയ എണ്ണ ഒഴിക്കുമ്പോൾ ദോശ ഇടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത്. വെച്ചിട്ടൊന്ന് തേക്കെണ്ണ വരക്കുക. അപ്പം നമ്മൾ ഈ മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ എടുത്തെടുത്തു. അപ്പോൾ ഉപ്പ്, ഉള്ളി കൂടുതലിട്ടാൽ നല്ലതാണ്. സവോള അരിഞ്ഞിട്ടാൽ മതി. മുളക് വേണ്ടുന്നവർക്ക് ഇടുക. പിന്നെ ഇച്ചിരി മുളക് പൊടി, കളർ വരാനാണ്. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇടത്തേക്ക് ഇതാവും. ദോശക്കല്ലിലേക്ക് നമ്മൾ മാവ്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മാവാണ്. ഒരു വെള്ളം പോലെ മാവാകരുത്. അപ്പം ഞാനിത് ചെറിയ ദോശ ഉണ്ടാക്കാനാണുള്ളത്. വലിയ ദോശയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ട 2 എണ്ണമൊക്കെ ഇടാൻ പറ്റും. ഇപ്പം ഒരു ചെറിയ സാധാ ഒരു ദോശയാണ്. ദോശ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും, ഒരുമാതിരി ഉണങ്ങി വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ദോശ തിന്നിയിലൊക്കെ ഒഴിച്ച് നോക്കി. മുട്ടദോശ വളരെ ഇഷ്ടമായിരിക്കും. ഇച്ചിരി മല്ലിയില കൂടുതൽ ഇട്ടു. ഉള്ളി നന്നായിട്ട് അരിഞ്ഞിടാം. മുളക് വേണ്ടുന്നവർക്കിടാം. അല്ലാത്തവർക്ക് ചെറിയൊരു ശകലം മുളക് പൊടി ലേശിട്ടാൽ അത് കളറാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് ദോശ ചുട്ട് ദോശയുടെ ഇതിലേക്ക് ഒഴിക്കുക. ഇത് എല്ലായിടത്തേക്കും ഒന്ന് എടുത്ത് ആ ദോശ തന്നെ നിർത്തിയത്. ഇപ്പം കുറച്ച് കൂടുതലുണ്ടായിട്ട് പുറത്തേക്ക് പോയെന്നേ ഉള്ളൂ. സാരമില്ല. ഇങ്ങനെ ഇട്ടിട്ട് എപ്പം തീ കൂട്ടി വെക്കുക.
നല്ല കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. 4 മണിക്ക് വിട്ട് വരുമ്പോൾ ഒരു ഒറ്റ ദോശ തിന്നാൽ മതി, വയറെന്നറിയും. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് പോയത് വേണമെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് ദോശയിലേക്ക് വേണേ ആക്കി വെക്കാം. എങ്കിൽ അത് മറിച്ചിടുമ്പോൾ ശരിയാണ്. നമ്മളിത് മറിക്കാൻ പോവാണ്. ഒരു ലേശം കൂടെ ഉണങ്ങിക്കോട്ടെ. അപ്പോൾ ഇതിനൊരു നല്ല മണമാണ്. ദോശയുടെ മണവും മുട്ടയുടെ മണവും കൂടെ വന്ന് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു സാധനമാണ്. മുട്ടയാവും ദോശയാവും. അതുപോലെ ചെറിയ ഉള്ളി ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കൊച്ചുങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൊച്ചുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനം. അധികം തണുക്കാതെ ചൂടോടെ തിന്നാം. ഒന്നുകൂടി മറിച്ചില്ല എന്താ വെച്ചാൽ മുട്ടയപ്പം പോലെ ഇരിക്കും. പക്ഷേ മുട്ടയല്ല, ദോശ കൊണ്ട് മുട്ട ഒഴിച്ചുണ്ടാക്കിയതെന്ന് മുട്ട ദോശ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം. ഈ കുറച്ച് നന്നായിട്ട് വെക്കുക. ഇത് കുത്തി നിർത്തിയിട്ട് ഇനി ഒന്ന് നന്നായിട്ട് പ്ലേറ്റിലേക്ക് ഉണ്ടാകും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഇതാണ് മുട്ട ദോശ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൊച്ചുങ്ങൾക്ക് കൊടുക്കാം, വലിയവർക്കും എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.